പാഴൂർ രാജവംശത്തിലെ ഇരവി രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്ന ഇരവിപുരം ചരിത്ര പ്രാധാന്യമേറിയ ഒരു പ്രദേശമാണ്. രാജഭരണത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെ ദൃശ്യമാകുമ്പോൾ ജനായത്ത ഭരണത്തിന് കീഴിൽ വിസ്മയകരങ്ങളായ വികസനങ്ങളാണ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇരവിപുരത്തെ വിശേഷങ്ങളിലേക്ക് രാജഭരണത്തിൽ നിന്നും കാലം ജനാധിപത്യ ഭരണത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ പോയകാല രാജകീയ പ്രൗഢികളുടെ തനിമ ഒട്ടും ചോരാതെയാണ് ഇരവിപുരത്ത് വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഇരവിപുരം ഇടിമിന്നൽ പോലെ കുതിച്ചു പായുന്നത്. 38 കോടി രൂപ ചെലവഴിച്ച് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ കടൽ കയറ്റം എന്ന പ്രതിഭാസത്തിന് അന്ത്യം കുറിക്കാൻ കഴിഞ്ഞതിനോടൊപ്പം തീരദേശവാസികളുടെ കാലാകാലങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞതായി മണ്ഡലം MLA എം നൌഷാദ് ചൂണ്ടിക്കാട്ടുന്നു. ഇരവിപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായിരുന്നു തീരദേശ സംരക്ഷണം. കടൽ കയറ്റം എന്നുള്ളതൊരു സ്ഥിരം സംവിധാനമായിരുന്നു എങ്കിൽ കിഫ്ബിയിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി 50 കോടിയിൽ പരം രൂപ അനുവദിച്ചുകൊണ്ട് അവിടെ പുലിമുട്ട് നിർമ്മാണം നടത്തുകയും കടൽ ഭിത്തി കെട്ടുകയും ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. പുലിമുട്ടിൻ്റെ നിർമ്മാണം പാതിയായപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ കടൽ കയറ്റം ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഒരു ആശ്വാസമാണ്. പതിറ്റാണ്ടുകളായിട്ടുള്ള ഇരവിപുരം തീരദേശവാസികളുടെ ഒരാവശ്യം യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഒരു ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ എനിക്കുണ്ട്. നാടിന്റെ വികസന വഴിയിലെ നാഴികക്കല്ലുകളായി 6 മേൽപ്പാലങ്ങളും ഇവിടെ ഉയരുകയാണ്. 30.8 കോടി രൂപ ചെലവഴിച്ചുള്ള ഇരവിപുരം മേൽപ്പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. മയ്യനാട് പോളയത്തോട് കോളേജ് ജംഗ്ഷൻ, കൂട്ടിക്കട, കല്ലും താഴെ മേൽപ്പാല നിർമ്മാണത്തിനും പ്രാരംഭം കുറിച്ചു കഴിഞ്ഞതായി എം നൌഷാദ് MLA പറഞ്ഞു. 6 മേൽപ്പാലങ്ങൾക്കാണ് കിഫ്ബി പദ്ധതി വഴി ഇരവിപുരം മണ്ഡലത്തിൽ അനുമതി ലഭിച്ചത്. അതിൽ ഇരവിപുരം മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മയ്യനാട് മേൽപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി. 17 കോടി രൂപ ആൾക്കാർക്ക് ഭൂമി ഏറ്റെടുത്ത വകയിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. ഭൂമി ഏറ്റെടുത്തു. അവിടെ നിന്നുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി, മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി. നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. പക്ഷേ GIDയുടെ അപ്രൂവൽ ഇതുവരെ റെയിൽവേ നൽകിയിട്ടില്ല. അവരൊറ്റ തടസ്സം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പോളയത്തോടിന് നിർമ്മാണം ആരംഭിച്ചു. അത് കിഫ്ബി പദ്ധതിയിലായിരുന്നു തുടക്കം. കേരളയിലാണ് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ പെടുത്തിയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ കോളേജ് ജംഗ്ഷനിലെ മേൽപ്പാലം, കൂട്ടിക്കട മേൽപ്പാലം, കല്ലുംതാഴം മേൽപ്പാലം, ഇത് 3 വിവിധ ഘട്ടങ്ങളിലാണ്. അപ്പോൾ ഈ പദ്ധതികൾക്കെല്ലാം കിഫ്ബിയിൽ നിന്നും ഫിനാൻഷ്യൽ സാങ്ഷൻ ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ഉറപ്പാണ്. റോഡ് വികസനവും ഇരവിപുരം മണ്ഡലത്തിനെ വ്യത്യസ്തമാക്കുന്നു. ആധുനിക നിലവാരത്തിലുള്ള പള്ളിമുക്കയത്തിൽ പാലാത്തറ മൈലാപ്പൂർ റോഡ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കല്ലുംപാലം ഇരവിപുരം താന്നി മയ്യനാട് റോഡ് യാഥാർത്ഥ്യമാകുന്നതെന്നും MLA ചൂണ്ടിക്കാട്ടി. പള്ളിമുക്ക് അയത്തിൽ മൈലാപ്പൂർ റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി 81 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വളരെയേറെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ പുല്ലിച്ചിറ മയ്യനാട് താന്നി ഇരവിപുരം കല്ലുപാലം റോഡ്, അത് ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തിയായി. BM ചെയ്തിരുന്നു. BC ചെയ്തപ്പോൾ കരാറുകാരൻ ചെയ്യാതിരുന്നപ്പോൾ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു. വീണ്ടും അത് ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. BC നേരത്തെ ആ നിർമ്മാണം ഇപ്പോൾ സഞ്ചാരത്തിന് തടസ്സമൊന്നുമില്ല. എന്നാലും അതിൻ്റെ നിർമ്മാണ BCയും കൂടെ BM ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. BCക്ക് വേണ്ടിയിട്ടുള്ള ടെൻഡർ കഴിഞ്ഞു.
വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം ലക്ഷ്യമിട്ട് 10 കോടിയിലേറെ രൂപയാണ് വിവിധ വിദ്യാലയങ്ങളുടെ ഉന്നതിക്കായി ചെലവിട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളമണൽ സ്കൂള് 5 കോടി രൂപയാണ്. തട്ടാമിലെ സ്കൂള് 3 കോടി 66 ലക്ഷം രൂപയാണ്. അപ്പോൾ പട്ടത്താനം SNDP UP സ്കൂള്, കോയിക്ക സ്കൂള്, പിന്നെ വാളത്തങ്കൽ ബോയ്സ്, ഗേൾസ്, ഈ സ്കൂളുകൾക്കെല്ലാം കിഫ്ബിയിൽ നിന്നും 1 കോടി രൂപ വീതം അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും, മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിപ്പിച്ച്, അത് തീരദേശ വികസന കോർപ്പറേഷന്റെ ഉണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഉണ്ട്, കിഫ്ബി ഉണ്ട്, MLA ആസ്തി വികസന ഫണ്ടുണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാൻ ഫണ്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തി മുഴുവൻ സ്കൂളുകളിലും വികസനം എത്തിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ മണ്ഡലത്തിലെ എയ്ഡഡും ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളിലും വികസനം എത്തിക്കാൻ എല്ലാ സ്കൂളിലും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയവും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണെന്നും MLA വ്യക്തമാക്കി. കൊല്ലം നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഒരു ഇൻഡോർ സ്റ്റേഡിയം. 44 കോടി രൂപ ചെലവിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. പിന്നെ മാർക്കറ്റ്, ഇപ്പൊ പള്ളിമുക്ക് മാർക്കറ്റ്, മൂന്നാംകുറ്റി മാർക്കറ്റ്, ഈ നിർമ്മാണം നടക്കുകയാണ്. അത് കിഫ്ബി പദ്ധതിയിലാണ്. ഒരിക്കലും നടക്കില്ലെന്ന് ജനം കരുതിയ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പ്രാവർത്തികമാക്കിയാണ് ഇരവിപുരം മണ്ഡലം മാസ്മരികത സൃഷ്ടിക്കുന്നത്, വികസനമെന്ന വാക്കിന് അർത്ഥങ്ങൾ നൽകിക്കൊണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ള പദ്ധതി, ഞാങ്കടവ് കുടിവെള്ള പദ്ധതി എന്നാണ്. അതിന്റെ പ്ലാന്റ് നിർമ്മിക്കുന്നത് വസൂരിച്ചിറ എന്ന് പറയുന്ന എൻ്റെ മണ്ഡലത്തിലെ കൊല്ലം കോർപ്പറേഷനിലെയും അതുപോലെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണത്. അതിൽ കിഫ്ബിയോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ അമൃത് പദ്ധതിയിലുള്ള ഫണ്ടും കൂടെ ചേർത്തിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് അന്തിമ ഘട്ടത്തിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ലൈനെല്ലാം ഇട്ട് കഴിഞ്ഞു. പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി. ഈ വർഷം തന്നെ അത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതോടുകൂടി കൊല്ലം കോർപ്പറേഷനിലെയും അതുപോലെ പരിസരത്തുള്ള കൊറ്റങ്കര പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇരവിപുരം മണ്ഡലത്തിൽ ഇടിമിന്നൽ പോലെ വികസന വെളിച്ചം ചൊരിയുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ജനകീയ സ്വപ്നങ്ങളാണ്, കാലങ്ങളായി ജനം കാത്തിരുന്ന പ്രതീക്ഷകൾ. കൊളോണിയൽ മൈസൂർ ഭരണ സ്വാധീനങ്ങളാൽ സമ്പന്നമായ കൽപ്പറ്റയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യവും അവകാശപ്പെടാനുണ്ട്. പഴശ്ശിരാജയുടെ ഭരണത്തിന് കീഴിലെ പ്രധാന കേന്ദ്രമായിരുന്ന കൽപ്പറ്റ ഇന്ന് വികസനത്തിലും മറ്റൊരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് പ്രയാണം.
തുടരുന്നത്. ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഹൃദയത്തുടിപ്പുകളുയരുന്ന വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റ കാലത്തിൻ്റെ കൈവഴികളിലൂടെ വികസന പ്രയാണം നടത്തുകയാണ്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കൊപ്പം ജനക്ഷേമകരങ്ങളായ നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വയനാട് പൊതുവെ നേരത്തെ റോഡുകളും മറ്റു കാര്യങ്ങളെല്ലാം വലിയ പിന്നോക്കാവസ്ഥയിലായിരുന്നു. കിഫ്ബി ഫണ്ട് വഴിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. അത് വയനാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് നിരവധി റോഡുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലാകെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിരവധി റോഡുകൾ കൽപ്പറ്റ, മീനങ്ങാടി, മാനന്തവാടി ഹൈസ്കൂളുകൾ എല്ലാം കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിച്ച് നമുക്ക് കാണാൻ വേണ്ടി. അതോടൊപ്പം തന്നെ വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് കിഫ്ബി ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇടപെടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില പാലങ്ങൾ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പൊതുവെ വയനാടിൻ്റെ വികസനത്തിൽ കിഫ്ബി ഫണ്ട് വലിയ പ്രധാനപ്പെട്ട പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പദ്ധതിയാണ് കൽപ്പറ്റ ബൈപ്പാസ്. ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 179 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായി കഴിഞ്ഞു. ദേശീയപാത 766 ആദ്യ ബൈപ്പാസ് എന്ന ഖ്യാതി കൽപ്പറ്റ ബൈപ്പാസിന് കൈവരുമെന്നതും ശ്രദ്ധേയമാണ്. 30 മീറ്റർ വീതിയിൽ 4 വരിയായി നടപ്പാതയുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൈനാട്ടി അയ്യപ്പക്ഷേത്രം ഭാഗത്തെ പ്രവർത്തനങ്ങളാണ് 1ാം ഘട്ടമായി പൂർത്തിയാക്കുന്നത്. അയ്യപ്പക്ഷേത്ര പരിസരത്ത് ടാറിങ്ങിനൊപ്പം ഇന്റർലോക്ക് കട്ടവിരിക്കുന്നതും പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെടും. കേരളത്തിൻ്റെ വികസനത്തിൽ സമാനതകളില്ലാത്ത അനുഭവങ്ങൾ, നൂറുകണക്കിന് വിദ്യാലയങ്ങൾ, സർക്കാർ ആശുപത്രികൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകൾ, മലയോര ഹൈവേ, അതും വളരെ പ്രധാനപ്പെട്ട കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മലയോര ഹൈവേ ബോയ്സ് ടൗൺ മുതൽ പച്ചിലക്കാട് വരെ റീച്ചും, പച്ചിലക്കാടിൽ നിന്ന് അരണപ്പുഴ വരെ മറ്റൊരു റീച്ചുമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കാൻ കാണാൻ വേണ്ടി കഴിയും. കിഫ്ബി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള സംഭാവനകളാണ് നൽകിയത് നോക്കാൻ വേണ്ടി കഴിയും. പ്രാധാന്യമേറിയ മറ്റൊരു പ്രവർത്തനമാണ് വെള്ളാരംകുന്ന് പുളിയാർമല ഔട്ടർ റിംഗ് റോഡ്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് പുതിയ മുഖം നൽകി പദ്ധതിക്ക് ഭരണാനുമതി ലഭിക്കുന്നതോടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മലയോര ഹൈവേയുടെ ഭാഗമായി വോയ്സ് ടൗൺ, പച്ചലക്കാട് അരണപ്പുഴ റോഡ് വികസന പദ്ധതിക്കും പച്ചക്കൊടി ലഭിച്ചു കഴിഞ്ഞതോടെ വികസനത്തിൻ്റെ കുത്തൊഴുപ്പിനും കൽപ്പറ്റ വേദിയാകും. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ്, പച്ചിലക്കാട് മീനങ്ങാടി റോഡ്, മേപ്പാടി ചൂരൽമല റോഡ്, കൊളവയൽ എരിയപ്പള്ളി റോഡ്, ഇതെല്ലാം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രവൃത്തികളാണ്. കാക്കവയൽ എരിയപ്പള്ളി മാത്രമാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി റോഡുകളെല്ലാം നേരത്തെ പൂർത്തീകരിച്ചതാണ്. മേപ്പാടി ചുരൽമലയും മലയാളം പ്ലാന്റേഷൻ ഭൂമി വിട്ടുതരാത്തതുമായി ബന്ധപ്പെട്ട് വൈകിയാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും കൽപ്പറ്റ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നടത്തിയത്. കൽപ്പറ്റ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരം സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി 5 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ അനുവദിച്ചിരുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളായിട്ടുള്ള മണ്ണാർക്കുണ്ട് പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുഴലി പാലം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രവൃത്തി മറ്റു കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടില്ല. ടെൻഡർ ചെയ്യാവുന്നതിൻ്റെ അന്തിമഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാതയും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ രീതിയിൽ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പുരോഗതിയാണ് മറ്റ് മണ്ഡലങ്ങളിലുള്ള പോലെ തന്നെ കൽപ്പറ്റ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയം അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനായി ഈ മാസം 25-ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൽപ്പറ്റ മരവയിലുള്ള ജില്ലാ സ്റ്റേഡിയം അതും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കിഫ്ബി വഴി ഇതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിനകത്ത് ആരംഭിച്ചിട്ടുള്ളത്. കിഫ്ബി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള സംഭാവനകളാണ് നൽകിയത് കാണാൻ വേണ്ടി കഴിയും. 1,10,00,00,000 രൂപയുടെ വർക്ക് ഇതിനകം തന്നെ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. അത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനങ്ങളെക്കാൾ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുമ്പോൾ, സാമ്പത്തികമായി നമ്മളെ ഒരു ഉപരോധം പ്രഖ്യാപിച്ചതുപോലെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെല്ലാം മറികടന്ന് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ കാലോചിതമായ രീതിയിൽ മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളെപ്പോലും വിഭാവനം ചെയ്തുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോട് ഇടപെടാൻ കിഫ്ബി ഫണ്ട് വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കിഫ്ബിക്കെതിരായ രീതിയിലുള്ള എന്ത് ദുരാരോപണം വന്നു കഴിഞ്ഞാലും, തെറ്റായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, വേട്ടയാടൽ വന്നു കഴിഞ്ഞാലും കേരളം അത് അംഗീകരിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതിനൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വികസനങ്ങളെ വിരുന്നെത്തിക്കുന്ന കൽപ്പറ്റ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്കനുസൃതമായി മുന്നേറുകയാണ്. കേവലം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല വികസനമെന്ന്
കേവലം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല വികസനമെന്ന് കൽപ്പറ്റ നേർസാക്ഷ്യങ്ങളിലൂടെ വരച്ചു കാട്ടുകയാണ്. ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ ഹൃദയത്തിലേറ്റി.